മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വീണ ജോർജ്, ഇപ്പോൾ ഈ പാണത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രം അടച്ചു പൂട്ടിയിരിക്കുകയാണ്. അതും ഒരു ബോർഡ് വെച്ച് ഡോക്ടർമാരില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഒരു ആശുപത്രിക്ക് മുന്നിൽ ഒരു ബോർഡ് വയ്ക്കുന്നു, ആരോഗ്യ കേന്ദ്രം അടച്ചു പൂട്ടുന്നു എന്ന് അതിൽ എഴുതി വയ്ക്കുന്നു. ഇതിനു മുൻപ് അല്ലെങ്കിൽ ഈ 10 വർഷക്കാലമൊന്നും നമ്മൾ കേരളത്തിൽ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ആരോഗ്യ രംഗത്തിന്, ആരോഗ്യ മേഖലയ്ക്കെതിരെ വളരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ആരോപണങ്ങളും ഉയരുന്നൊരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു കുടുംബാരോഗ്യ കേന്ദ്രം അടച്ചുപൂട്ടുന്നത്. തീർച്ചയായിട്ടും. കാരണം കേരളത്തിന്റെ സർക്കാർ ആരോഗ്യ മേഖലയിൽ നിലനിൽക്കുന്ന ഗുരുതരമായ സാഹചര്യത്തിന്റെ ഏറ്റവും പുതിയ തെളിവാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ 10 വർഷം നമ്മൾ ചെയ്തത് എന്താണ്? കേരളത്തിന്റെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ, അതായത് നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തെ നമ്മൾ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തി. കുടുംബാരോഗ്യ കേന്ദ്രം എന്ന് പറയുമ്പോൾ കുടുംബങ്ങളുടെ ആരോഗ്യ കേന്ദ്രമാണ്. അവിടെ ലാബ് സൗകര്യം ഒരുക്കി, മറ്റടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി, അതോടൊപ്പം തന്നെ മറ്റെല്ലാ ക്രമീകരണങ്ങളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ ഒരുക്കി. ഏതാണ്ട് 775ഓളം കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ നമ്മുടെ കാലത്ത് തന്നെ നമ്മളത് പൂർത്തീകരിച്ചിട്ട് ആ രീതിയിൽ ഫംഗ്ഷനിലാക്കിയിട്ടുണ്ട്. കേട്ടുകേൾവി ഇല്ലാത്തൊരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ കൈരളി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് നാം കാണേണ്ടത്, ഇപ്പോൾ മഴക്കാലമാണ്, പകർച്ചവ്യാധികളുടെ പകർച്ചപ്പനിയൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. ആ ഘട്ടത്തിൽ ഒരു ഡോക്ടർമാരില്ലാതെ ഒരു കുടുംബാരോഗ്യ കേന്ദ്രം അടച്ചുപൂട്ടുക എന്നുള്ളത് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ആരോഗ്യ വകുപ്പിൽ നിലനിൽക്കുന്ന കെടുകാര്യസ്ഥതയുടെ, അലംഭാവത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇത് എന്നുള്ളത് പറയേണ്ടി വരും. വളരെ കഷ്ടമാണ് ഇത്. കാരണം നമ്മൾ കാണേണ്ടത്, ഇത് അത്ഭുതപ്പെടാനില്ല കേട്ടോ. കാരണം നമ്മുടെ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളെയും സർക്കാർ ആശുപത്രികളെയും അടച്ചു പൂട്ടുക എന്നുള്ളതാണ് UDFന്റെ നയം. അതാണ് നമ്മൾ തുടക്കം മുതൽ കാണുന്നത്. എന്താണ് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി പറഞ്ഞത്? ഞങ്ങളുടെ ഹണിമൂൺ പീരീഡ് ആണെന്ന്. എങ്ങനെയാണത് പറയാൻ കഴിയുക? നിയമസഭയിൽ പറഞ്ഞൊരു കാര്യം നമ്മൾ കേട്ടിട്ടുണ്ടോ? കേരളത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ അങ്ങനെ ഒരു കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് കേട്ടിട്ടുണ്ടോ? പ്രത്യേകിച്ചും ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് അടച്ചുപൂട്ടി സർക്കാർ സംവിധാനങ്ങളെ തകർക്കുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം. അപ്പൊ തൊട്ടടുത്ത് നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് കേട്ടത് എന്താണ്? അവിടെ ബയോപ്സി ഉൾപ്പെടെയുള്ള ടെസ്റ്റുകൾക്ക് പണം ഈടാക്കുന്നു എന്നുള്ളതാണ്. എന്തിനാണത്? ഇത് സർക്കാർ ആശുപത്രികളിൽ നിന്ന് ആളുകളെ പുറത്തേക്ക് മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കുന്നതിന് വേണ്ടി പ്രേരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ ഇത് അടച്ചുപൂട്ടിയാൽ എന്ത് ചെയ്യും? സാധാരണക്കാരായിട്ടുള്ള ആളുകൾ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയെ ആശ്രയിക്കും, അല്ലെ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് പോകും, സ്വകാര്യ ലാബുകളിലേക്ക് പോകും. അപ്പോൾ ഇത് അടച്ചിപ്പോൾ കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം, കാസർഗോഡ് ഉൾപ്പെടെയുള്ള ചില ജില്ലകളിൽ ഇങ്ങനെ നമ്മൾ എല്ലാ കാലത്തും ഈ ആരോഗ്യ പ്രവർത്തകരെ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ വലിയ ചാലഞ്ചസ് നേരിട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? അതിന് പകരം സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ്. അത് ഏത് വിധേനയും. ഇപ്പൊ നമ്മുടെ കാലത്തൊക്കെ നമ്മൾ പാക്കേജസ് കാസർഗോഡിന് പ്രത്യേകമായിട്ടാണ് കൊടുക്കുന്നത്, വേതന വ്യവസ്ഥകൾ പ്രത്യേകമായിട്ടാണ് കൊടുക്കുന്നത്. നാഷണൽ ഹെൽത്ത് മിഷൻ വഴി ഡോക്ടേഴ്സിനെ എടുക്കുമ്പോഴും അത് ഇപ്പൊ റിട്ടയർഡ് ഹാൻഡ്സിനെ, കാസർഗോഡ് ജില്ലയിലുള്ളവരോ അല്ലെങ്കിൽ തൊട്ടടുത്ത ജില്ലകളിലൊക്കെ ഉള്ളവരെ എടുക്കുമ്പോൾ അവർക്ക് സാധാരണ കൊടുക്കുന്നതിനേക്കാളും വേതന നിരക്ക് അത് കൂട്ടിക്കൊടുത്തുകൊണ്ട് അവിടെ ആളുകളെ നിലനിർത്തുന്നതിന് വേണ്ടി ശ്രമിക്കും. അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ ആളുകളെ പോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ക്രമീകരിക്കും. ഇപ്പോൾ നമ്മൾ കാണുന്നത് ജനറൽ ട്രാൻസ്ഫറൊക്കെ ജനറൽ ട്രാൻസ്ഫർ ഇല്ല, ഒരു മാനദണ്ഡവും ഇല്ലാതെ തന്നെ ഡോക്ടർമാരെ പോസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ടൊരു കാര്യം, ഇപ്പം മെഡിക്കൽ കോളേജ് എന്നുള്ളത്, കാരണം കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ഉൾപ്പെടെ ഉദാഹരണം ചൂണ്ടിക്കാണിയാണ് പറഞ്ഞത്. വകുപ്പിനെ സംബന്ധിച്ചും അങ്ങനെയാണ് എന്നുള്ളത് പറയേണ്ടതായിട്ട് വരും. ഇത്തരത്തിലുള്ള അതീവ ഗുരുതരമായിട്ടുള്ളൊരു സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുന്നു എന്നുള്ളത് അതീവ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ടതാണ്. നമ്മൾ കാണേണ്ടത് ഇപ്പോ കണ്ടില്ലേ, എലിപ്പനി ഉൾപ്പെടെയുള്ളവ സംസ്ഥാനത്ത് വലിയ തോതിൽ വർദ്ധിക്കുന്നു. ഈ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ഉണ്ടായിട്ടുള്ള മരണങ്ങൾ വളരെ വളരെ വലുതാണ്. അപ്പോ ഇതിൽ ഒരു ഉത്തരവാദിത്വത്തോടെയുള്ളൊരു സമീപനം ഇല്ല എന്നുള്ളത് മാത്രമല്ല, തീർത്തും നിരുത്തരവാദപരമായിട്ടുള്ളൊരു സമീപനമാണ്. കേരളത്തിന്റെ സർക്കാർ ആരോഗ്യ മേഖലയെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൂഢലക്ഷ്യമാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ കാണേണ്ടത് അത്തരത്തിലുള്ള സംഘങ്ങളുടെ പിന്തുണ UDFന് ഉണ്ടായിരുന്നു എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉൾപ്പെടെ അത് ഉണ്ടായിരുന്നു എന്നുള്ളതും നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അതായത് ഈ ആരോഗ്യ മേഖല തീർത്തും ഈ താറുമാറാകുന്ന ഒരു സാഹചര്യമാണ്. അതായത് ഈ ആശുപത്രികളിൽ എത്തുന്നവർ ഈ ചികിത്സ കിട്ടാതെ മരിക്കുന്നു, അല്ലെങ്കിൽ ചികിത്സാ പിഴവ് നേരിടേണ്ടി വരുന്നു, ഡോക്ടർമാരില്ല. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ ഈ ലാബിലൊക്കെ 30 രൂപയായിരുന്ന ചാർജാണ് 800 രൂപയിലേക്കൊക്കെ ഉയർത്തിയിരിക്കുന്നത്. ഇതൊക്കെ സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. തീർച്ചയായിട്ടും അതെ, ഒരു സംശയമില്ല. ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ നമുക്കറിയാം എല്ലാ കാലത്തും ഏറ്റവും കൂടുതൽ ഹെൽത്ത് സീക്കിംഗ് ബിഹേവിയർ ഉള്ള, അതായത് നമ്മളൊരു പനി വന്നാൽ ഡോക്ടറെ കാണും. അത് കേരളത്തിന്റെ ഒരു വിദ്യാഭ്യാസപരമായിട്ടുള്ള നമ്മളുടെ ഒരു
മികച്ച നിലയിൽ നിൽക്കുന്ന സംസ്ഥാനം എന്നുള്ളത്. അതുപോലെ സാമൂഹ്യ മോട്ടിവ്, മികച്ച സാമൂഹ്യ മോട്ടിവ്, ഒരു പുരോഗമന മനോഭാവമുള്ള ഒരു സമൂഹം എന്നുള്ള നിലയിൽ കൂടി നമ്മൾ ആ നിലയിലാണ്. നമ്മൾ ഒരു പനി ഉണ്ടാകുമ്പോൾ ഡോക്ടറെ പോയി കാണുക, ഒരു അസുഖം ഉണ്ടാകുമ്പോൾ ഡോക്ടറെ പോയി കാണുക. ഹെൽത്ത് സീക്കിംഗ് ബിഹേവിയർ കൂടുതലാണ്. അതുകൊണ്ട് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ എല്ലാ കാലത്തും കേരളത്തിൽ കൂടുതലാണ്. പക്ഷേ നമ്മൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിച്ച കാലഘട്ടത്തിൽ നമ്മൾ കാണേണ്ടത് 2023-24 സർവേ നമ്മൾ എടുത്തു നോക്കണം. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ആണ്. അതിൽ കാണുന്നത് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ, അതായത് ഇപ്പൊ എനിക്ക് ഒരു വർഷം അല്ലെ കുടുംബത്തിന്, നമ്മുടെ ഓരോരുത്തരുണ്ട് വ്യക്തികളായും കുടുംബങ്ങളായും നമുക്ക് ഒരു വർഷം ചെലവാക്കേണ്ടി വരുന്ന തുക എത്രയാണ് ആരോഗ്യ മേഖലയിൽ അല്ലെങ്കിൽ ചികിത്സയ്ക്ക് എന്നുള്ളതാണ് അതിന്റെ ഒരു കണക്ക്. അതിൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ കണക്കുകൾ പ്രകാരം 2024, അത് പുറത്തു വന്നത് 2025-ലാണ്. അപ്പൊ ആ ഒരു സർവേയിൽ പറയുന്നത് കേരളത്തിൽ ഗണ്യമായിട്ടുള്ള കുറവ് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചറിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾ ഇപ്പൊ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. അതായത് ഒരു 23,000 എന്നൊക്കെ ഉള്ളത് അർബൻ ഏരിയയിൽ, നഗരപ്രദേശങ്ങളിൽ 23,000 രൂപ എന്നുള്ളത് 13,000 രൂപയായിട്ട് കുറയുന്ന സാഹചര്യം ഉണ്ടായി. ഗ്രാമീണ മേഖലയിൽ 17,000 രൂപ എന്നുള്ളത് 9,000 രൂപയായിട്ട് കുറയുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ അതെന്തുകൊണ്ടാണ്? നമ്മൾ തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രങ്ങളെ ശക്തിപ്പെടുത്തി കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി അവിടെ ലാബ് സൗകര്യം ഉണ്ടാക്കി. 1,200-ലധികം ലാബുകൾ സജ്ജീകരിച്ചാണ് ലാബ് നെറ്റ്വർക്കുകൾ ഉണ്ടായത്. നമ്മൾ ഈ പറഞ്ഞ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഉൾപ്പെടെ ഇതെല്ലാം ക്രമീകരിച്ചിട്ടാണ്. അത് മാത്രമോ ജില്ലാ ജനറൽ ആശുപത്രി, ഇപ്പോൾ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സ നമ്മുടെ കാലഘട്ടത്തിൽ നമുക്ക് ഒരുക്കാൻ സാധിക്കും. കാർഡിയോളജി, അവിടെ കാത്ത് ലാബ് സ്ഥാപിച്ചുകൊണ്ട് പേസ് മേക്കർ ഉൾപ്പെടെ മറ്റ് അതൊക്കെ നമ്മൾ ആദ്യമായിട്ട് അത് ചെയ്തതൊക്കെ വലിയ രീതിയിൽ സ്വീകരിച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സ ഉൾപ്പെടെ ലഭ്യമാക്കുന്ന നിലയിലേക്ക് ജില്ലാതല ആശുപത്രികളെ നമ്മൾ മാറ്റി. എല്ലാ ജില്ലാ ആശുപത്രികളിലും കാത്ത് ലാബുകൾ സ്ഥാപിച്ച ഒരു ഘട്ടമാണത്. നേരത്തെ കാത്ത് ലാബുകൾ ഉണ്ടായി, മറ്റൊരു കാത്ത് ലാബ് എന്ന് കേട്ടിട്ടേ ഉണ്ടായിരുന്നില്ല. എന്നാൽ ജില്ലാ ആശുപത്രിയിൽ കാത്ത് ലാബുകൾ നമ്മൾ സ്ഥാപിച്ചു. ആ നിലയിൽ സർക്കാർ സംവിധാനങ്ങളെ എന്തുകൊണ്ടാണ് രോഗത്തിന് മുന്നിൽ മനുഷ്യർ നിസ്സഹായരായി പോകാൻ പാടില്ല, ആ നിലയിൽ നിലപാട് സ്വീകരിക്കുക. അത് നയത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഇടതുപക്ഷത്തിന്റെ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ നയം ആർദ്രം എന്ന പ്രത്യേക മിഷനാണ് അത്. പക്ഷെ അവിടെയാണ് നോക്കൂ, ഇത് ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ ഈ ആരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കില്ല എന്ന് പറഞ്ഞ് നോട്ടീസ് പതിപ്പിച്ച് അടച്ചുപൂട്ടുന്നത്. അപ്പൊ ഇത് അതീവ ഗുരുതരമായിട്ടുള്ളൊരു സാഹചര്യമാണ്. ഇത് കേരളത്തിന്റെ സർക്കാർ ആരോഗ്യ മേഖലയെ തകർക്കാനുള്ള ഗൂഢ അജണ്ട UDF സർക്കാർ നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടതായിട്ടുള്ളത്. ശരി, ഈ അവസരത്തിൽ നമ്മോട് പ്രതികരിച്ചതിന്